ഹലോ ഗായ്സ്, വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ ഓഫ് ഫ്രാറ്റെക് മലയാളി. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക് MRI ആണ്, മാഗ്നറ്റിക് റെസണൻസ് ഇമേജിംഗ്. ഇതിൽ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഇൻട്രൊഡക്ഷൻ, ഡിഫറൻസ് ബിറ്റ്വീൻ MRI ആൻഡ് CT, അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു ചെറിയ ഹിസ്റ്ററി. ഓക്കെ, നമുക്ക് വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നായിട്ട് ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നമുക്ക് ടോപ്പിക്കിലേക്ക് പോവാം. ഇൻട്രൊഡക്ഷൻ. അതിൽ നമ്മൾ ഫസ്റ്റ് ഒരു ക്വസ്റ്റ്യനോട് കൂടിയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഹൗ ഡസ് ആൻ MRI വർക്ക്? MRI എന്ന് പറയുന്നത് ഈസ് ബേസ്ഡ് ഓൺ ദ ഫിനോമിന ഓർ പ്രിൻസിപ്പിൾ ഓഫ് NMR. NMR എന്ന് പറയുന്നത് ന്യൂക്ലിയർ മാഗ്നറ്റിക് റെസണൻസ്. ഇതാണ് നമ്മുടെ മാഗ്നറ്റിക് റെസണൻസ് ഇമേജിങ്ങിൻ്റെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. Certain atomic nuclei demonstrate the ability to absorb and re-emit radio frequency energy when placed in a magnetic field. അതായത് ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ അറ്റോമിക് ന്യൂക്ലിയ വെക്കുന്ന സമയത്ത് അതിന് റേഡിയോ ഫ്രീക്വൻസി എനർജീനെ അബ്സോർബ് ചെയ്യാനും അതുപോലെ തന്നെ റീഎമിറ്റ് ചെയ്യാനുള്ള എബിലിറ്റീനെയാണ് നമ്മൾ ന്യൂക്ലിയർ മാഗ്നറ്റിക് റെസണൻസ് എന്ന് പറയുന്നത്. ഈ ന്യൂക്ലിയർ മാഗ്നറ്റിക് റെസണൻസ് ആണ് നമ്മുടെ MRIൻ്റെ ഒരു ബേസിക് പ്രിൻസിപ്പിൾ അല്ലെങ്കിൽ ഫിനോമിനൻ എന്ന് പറയുന്നത്. MRI is a spectroscopic imaging technique used in medical setting to produce images ഓഫ് ദി ഇൻസൈഡ് ഓഫ് ദി ഹ്യൂമൻ ബോഡി. അതായത് MRI എന്ന് പറയുന്നത് നമ്മുടെ മെഡിക്കലിൽ യൂസ് ചെയ്യുന്ന ഒരു സ്പെക്ട്രോസ്കോപ്പിക് ഇമേജിംഗ് ടെക്നിക്കാണ്. ഹ്യൂമൻ ബോഡീൻ്റെ ഇൻസൈഡിലുള്ള ഇമേജസ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് ഹെൽപ്പ് ചെയ്യുന്നത്. In 1977, the first MRI exam was performed on a human being. It took 5 hours to produce one image. അതായത് 1977 ഫസ്റ്റ് MRI എടുക്കുന്നത്. അതിലൊരു ഇമേജ് നമ്മൾ കവർ ചെയ്യാൻ തന്നെ 5 മണിക്കൂറോളം എടുത്തിട്ടുണ്ട്. ഇറ്റ് ഈസ് എ നോൺ ഇൻവേസീവ് ടെസ്റ്റ്. അതായത് നമ്മുടെ ശരീരത്തിൻ്റെ ഭാഗങ്ങളൊന്നും ബാധിക്കാത്ത രീതിയിലുള്ള ഒരു ടൈപ്പ് ഓഫ് ടെസ്റ്റാണ് നമ്മുടെ MRI എന്ന് പറയുന്നത്. MRI is a technique that uses a magnetic field and radio waves to create detailed images of the organs and tissues within our body. അതായത് മാഗ്നറ്റിക് ഫീൽഡും റേഡിയോ വേവ്സും കൂടി യൂസ് ചെയ്തിട്ടാണ് MRIയിൽ ഒരു ഓർഗൻ്റെ ഡീറ്റെയിൽ ഇമേജസ് എടുക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നത്. ഇതിൽ MRI എന്ന് പറയുന്നത് M എന്ന് ഡിനോട്ട് ചെയ്യുന്നത് മാഗ്നറ്റിക് ഫീൽഡാണ്. R എന്ന് പറഞ്ഞാൽ റെസണൻസ്, അതായത് ഒരു എനർജി ട്രാൻസ്മിഷൻ ഫ്രം വൺ സ്റ്റേറ്റ് ടു അനദർ ആണ്. I എന്ന് പറയുന്നത് ഇമേജസ് ആണ്. നമുക്ക് കൊറോണൽ, സാജിറ്റൽ, ആക്സിയൽ ഇമേജസ് ആണ് എടുക്കുന്നത്. ഇനി നമുക്ക് അടുത്തത് ഡിഫറൻസ് ബിറ്റ്വീൻ MRI ആൻഡ് CT നോക്കാം. MRI produces cross-sectional images of soft tissues similar to a CT scanner without the use of ionizing radiation. അതായത് MRI എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ CT സ്കാനർ പോലെ തന്നെ ക്രോസ് സെക്ഷണൽ ഇമേജസ് ഒക്കെയാണ് എടുക്കുന്നത്. പക്ഷെ നമ്മളിവിടെ അയണൈസിങ് റേഡിയേഷൻ യൂസ് ചെയ്യുന്നില്ല. പകരം എന്താ യൂസ് ചെയ്യുന്നത്? An MRI scanner uses a powerful magnetic field, radio waves and a computer program to produce high quality MRI image of internal structure. അപ്പോൾ ഇന്റേണൽ സ്ട്രക്ചറിന്റെ ഹൈ ക്വാളിറ്റി ഇമേജസ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി MRIയിൽ യൂസ് ചെയ്യുന്നത് ഒരു പവർഫുൾ ആയിട്ടുള്ള മാഗ്നറ്റിക് ഫീൽഡ്, അതുപോലെ തന്നെ റേഡിയോ വേവ്സ്, കമ്പ്യൂട്ടർ പ്രോഗ്രാം ഒക്കെയാണ്. നമ്മൾ അയണൈസിങ് റേഡിയേഷൻ യൂസ് ചെയ്യുന്നില്ല. മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി ഈസ് മെഷേർഡ് ഇൻ ടെസ്ല. അടുത്ത് നമുക്ക് ഈ ഒരു MRIന്റെ ഹിസ്റ്ററി നോക്കാം. 1936 CJ കാർട്ടർ ഫസ്റ്റ് ഈ ഒരു NMR പ്രൊപ്പോസ് ചെയ്യുന്നത്. 1946 NMR വാസ് ഡിസ്ക്രൈബ്ഡ് ബൈ ഫെലിക്സ് ബ്ലോച്ച് ആൻഡ് എഡ്വേർഡ് പേഴ്സൽ. അതിന് അവർക്ക് നൊബേൽ പ്രൈസ് കിട്ടിയത് 1952. ആഫ്റ്റർ ദാറ്റ് മെനി സയന്റിസ്റ്റ് മെയ്ഡ് ദെയർ കോൺട്രിബ്യൂഷൻ ടു ദ development of MRI. Bloch and Edwards started studying the magnetic field techniques and named it NMR. Later, NMR is replaced by the technique MRI. In 1970, the MRI is developed by Paul C. Lauterbur. In 1973, Paul Lauterbur used gradients to encode the spatial location of signals and produce 1D projection. In 1974, Sir Peter Mansfield discovered selective excitation of the slice. In 2003, Lauterbur and Mansfield received Nobel Prize for the development of MRI. In 1975, Richard Ernst used two-dimensional Fourier transformation to reconstruct images. In 1977, Raymond Vahan Damadian was the first inventor who performed a full body scan of a human being. That's why Raymond Vahan Damadian is known as father of MRI. അപ്പോൾ 1977 ഒരു ഫുൾ ബോഡി സ്കാൻ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ റെയ്മണ്ട് ഈ ഒരു സ്കാനർ ഇൻവെന്റ് ചെയ്തത്.
അതുകൊണ്ടാണ് അദ്ദേഹത്തെ നമ്മൾ MRIന്റെ ഫാദർ ആയിട്ട് കണക്കാക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇന്ന് ഈ ഒരു ടോപ്പിക്കിൽ ഡിസ്കസ് ചെയ്യാനുണ്ടായിരുന്നത്. അടുത്ത ഒരു പാർട്ടിൽ നമ്മൾ ഇതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ടൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് ഈ ഒരു ടോപ്പിക് ഇന്ന് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. മനസ്സിലായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു.